സാറേ, ഇപ്പോൾ ലണ്ടനിൽ നിന്നെത്തിയ കാളിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ. പക്ഷേ താരിഖ് റഹ്മാനേക്കാൾ കൂടുതൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ശ്രദ്ധേയമാകിക്കൊണ്ടിരിക്കുന്നത് സൈമ റഹ്മാനാണ്. സൈമ റഹ്മാൻ്റെ ചില ഇടപെടലുകൾ കാണുമ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കാൽവയ്പായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ? സൈമ റഹ്മാൻ താരിഖ് റഹ്മാൻ്റെ മകളാണ്. ഈ മകള് താരിഖ് റഹ്മാൻ്റെ കൂടെ അവർ ലണ്ടനിൽ ബാരിസ്റ്ററൊക്കെ ആയിരുന്നു. അതിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ താരിഖ് റഹ്മാൻ്റെ കൂടെ ബംഗ്ലാദേശിലെത്തി വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. ഒരുപക്ഷെ BNP തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരിയിൽ ജയിച്ച് അധികാരത്തിൽ വന്നാൽ വലിയ സ്ഥാനത്ത് സൈമ ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയിക്കൂടുന്നില്ല. കാരണം താരിഖ് റഹ്മാന് പലതരം കേസുകൾ താരിഖ് റഹ്മാൻ്റെ പിന്നാലെയുണ്ട്. കൊലപാതക കേസുകൾ ഉൾപ്പെടെ താരിഖ് റഹ്മാൻ്റെ പേരിൽ വരാം. അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകാം. പക്ഷേ അവിടെ നിന്നൊക്കെ ഇറങ്ങിയാലും പിന്നെ ഒരു റിസർവ് എന്നുള്ള നിലയ്ക്ക് സൈമ റഹ്മാൻ അവിടെ കാണും. വലിയൊരു താരം ബംഗ്ലാദേശിൻ്റെ ആകാശത്ത് ഉദിച്ചുയർന്നിരിക്കുന്നു. അതാണ്. അപ്പോൾ ഈ ഖലീദ, അതായത് മുത്തശ്ശിയെ ഖലീദ സിയ, അവരെ ഇപ്പോൾ ഖലീദ സിയ ലൈഫ് സപ്പോർട്ടിലാണല്ലോ ലണ്ടനിൽ. അവർക്കിനി അധികം കാലമില്ല. ഖത്തർ ആംബുലൻസ് അയച്ചു കൊടുത്തിട്ട്, എയർ ആംബുലൻസ് അയച്ചു കൊടുത്തിട്ടാണ് അവർ എയർലിഫ്റ്റ് ചെയ്ത് ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. ഖലീദ സിയെ ഇവർ ധാതു എന്നാണ് വിളിക്കുന്നത്. മുത്തശ്ശി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധാതു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ താരിഖ് റഹ്മാൻ്റെ കൂടെ താരിഖ് റഹ്മാൻ്റെ ഭാര്യ സുബൈദയും വന്നിട്ടുണ്ട്. അവർ രാഷ്ട്രീയത്തിലൊന്നുമില്ല, അവർ ഒതുങ്ങിക്കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ സജീവമായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. സൈമ റഹ്മാൻ, ഞാൻ വേരുകളൊന്നും മറന്നിട്ടില്ല എന്ന് 17 വർഷത്തിന് ശേഷം താരിഖ് റഹ്മാൻ എത്തിയ ശേഷം അവരിട്ട പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 3 തലമുറകളുടെ കാര്യം അവർ ബംഗ്ലാദേശികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഖലീദ സിയയുടെ ഭർത്താവ് സിയാവുർ റഹ്മാനും അവിടെ ഭരിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ഭരണകാലമൊക്കെ അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ വീട് 196 ഗുൽഷൻ അവന്യൂ, അവിടേക്കാണ് ഇവർ ധാക്കയിൽ ഇറങ്ങിയിട്ട് പോയിരിക്കുന്നത്. അതൊരുപാട് ഉപജാപങ്ങളുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു, അഴിമതിയുടെയും കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ലണ്ടനിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ വന്നു. ധാക്ക എയർപോർട്ടിലും ഇവർ വലിയ താരമായിരുന്നു സൈമ. അത് കഴിഞ്ഞ് ഹവാ ഭവനിലേക്ക് പോയി. BNPയും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ച് ഭരിച്ചിരുന്ന കാലത്ത് ഈ ഹവാ ഭവൻ എന്നാണ് അവിടുത്തെ ഭാഷയിൽ. ഹവാ ഭവൻ അഴിമതിയുടെയും ഭീകരതയുടെയും കേന്ദ്രമായിരുന്നു എന്നാണ് പല രാഷ്ട്രീയക്കാരും പറയുന്നത്. താരിഖ് റഹ്മാൻ്റെ ഏക മകളാണ് സൈമ റഹ്മാൻ. അപ്പോൾ വലിയ രാഷ്ട്രീയാനുഭവങ്ങളൊന്നും അവർക്ക് പറയാനില്ല. 6-ാമത്തെ വയസ്സിൽ സൈമ റഹ്മാൻ ഖലീദ സിയയ്ക്കൊപ്പം 2001 ഒരു വോട്ട് കേന്ദ്രത്തിൽ പോകുന്ന ദൃശ്യങ്ങളുണ്ട്. 6 വയസ്സേ അന്ന് സൈമ റഹ്മാനുള്ളൂ. ഖലീദ സിയ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ കൊച്ചുമോളെയും കൊണ്ടുപോയിരുന്നു. ആ ചിത്രമുണ്ട്. BNP ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി 2001. എന്നിട്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ, ജമാഅത്തെ ഇസ്ലാമി ആ ഭരണത്തിൽ സഖ്യകക്ഷിയായിരുന്നു. ഖലീദ സിയ പ്രധാനമന്ത്രിയുമായി. ഈ ഫുട്ബോൾ കളിക്കുമായിരുന്നു സ്കൂളിൽ സൈമ ആ കാലത്ത്. ഒരു ഫുട്ബോൾ കളിയിൽ ട്രോഫിയൊക്കെ നേടിയിട്ട് അമ്മ സുബൈദ ഈ സൈമയെ ഖലീദ സിയയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 11-ാമത്തെ വയസ്സിൽ. അപ്പോൾ അന്ന് എൻ്റെ അമ്മ ദാദുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി എന്നൊക്കെ ഇപ്പോൾ ഇവർ ഓർക്കുന്നുണ്ട്. മെഡല് ഞാൻ കാണിച്ചു. വലിയ ആവേശമായിരുന്നു അമ്മൂമ്മയ്ക്ക്. ഞാൻ ഗോൾ കീപ്പറായിരുന്നു എന്നൊക്കെ അവർ പഴയ കാലമൊക്കെ ഓർക്കുന്നുണ്ട്. 2021 അവാമി ലീഗിൻ്റെ മന്ത്രി മുറാദ് ഹസൻ ഈ സാമിയെ പറ്റി കുറേ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു.
അത് കഴിഞ്ഞ് മുറാദ് ഹസന് രാജിവെക്കേണ്ടി വന്നു. കോലാഹലം ഉണ്ടായി, അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. അയാൾക്കെതിരെ അറസ്റ്റ് വാറൻറ്റും, അത്ര മോശമായിട്ടാണ് സൈമയെ പറ്റി അയാൾ പറഞ്ഞത്, അറസ്റ്റ് വാറൻറ്റും വന്നു. ഈ ജൂലൈ പ്രക്ഷോഭത്തിനൊപ്പം പലപ്പോഴും ഈ ബാപ്പയുടെ കൂടെ, അതായത് താരിഖ് റഹ്മാൻ്റെ കൂടെ ഈ രാഷ്ട്രീയ സന്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ സൈമയെ കാണാമായിരുന്നു. അതുപോലെ ഈ താരിഖ് റഹ്മാനെ പ്രതിനിധീകരിച്ച് നാഷണൽ പ്രെയർ മീറ്റിങ്ങിൽ വാഷിങ്ടണിൽ നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിൽ പങ്കെടുത്തത് സൈമ റഹ്മാനാണ്. എന്ന് പറഞ്ഞാൽ വാഷിങ്ടണിലേക്ക് താരിഖ് മകളെ അയച്ചു. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ BNP സംഘം അവിടെ പോയി. ആ സംഘത്തിന് ലീഡ് ചെയ്തത് സൈമയായിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 23 ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ BNPയുടെ യോഗത്തിൽ സൈമ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ഞാനിനി വലിയ റോൾ വഹിക്കാൻ പോവുകയാണ് എന്നവർ അതിൽ പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിന് ഞാൻ റീഡിസ്കവർ ചെയ്യാണ്, വീണ്ടും കണ്ടെത്തുകയാണ്. രാജ്യം എനിക്ക് തന്നതൊക്കെ ഞാനിനി തിരിച്ചു നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാനിനി രാഷ്ട്രീയത്തിൽ ഇടപെടും എന്നൊക്കെ നല്ല ഭാഷയിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. താരിഖ് റഹ്മാൻ 60 വയസ്സാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ജമാഅത്ത് ഷിബിർ ധാക്ക യൂണിവേഴ്സിറ്റിയിലും ജഹാംഗീർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വെല്ലുവിളി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്. 2001 സഖ്യകക്ഷിയാണെങ്കിലും ഇപ്പോൾ BNP ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്. അപ്പോൾ 40% വോട്ടർമാർ ബംഗ്ലാദേശിൽ യുവാക്കളാണ്. അപ്പോൾ സൈമ റഹ്മാനെ ഇറക്കുന്നതിന് പ്രത്യേക അർത്ഥം ഉണ്ട്, സവിശേഷ അർത്ഥമുണ്ട്. 2004 ഓഗസ്റ്റ് 21 അവാമി ലീഗിൻ്റെ, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ റാലിക്കെതിരെ 13 ഗ്രനേഡുകൾ എറിഞ്ഞിട്ട് 24 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ താരിഖ് റഹ്മാനെതിരെ അവിടെ കേസുണ്ടായി, കൂട്ടക്കൊലയുടെ പേരിൽ. താരിഖിന് എന്നിട്ട് ജീവപര്യന്തം വിധിച്ചിരുന്നു ആ കൂട്ടക്കൊല കേസിൽ. ഹസീന ഇപ്പോൾ പോയല്ലോ ഓഗസ്റ്റിൽ, കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ. അതിനുശേഷം ഈ കേസ്, ഈ ജീവപര്യന്ത കേസ് റദ്ദാക്കി. അന്ന് ജീവപര്യന്തം ശിക്ഷ ഉണ്ടായതിനെ തുടർന്നാണ് ലണ്ടനിൽ പ്രവാസിയായിട്ട് താരിഖ് റഹ്മാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ, പ്രശ്നങ്ങളൊക്കെ താരിഖ് റഹ്മാന് നിലനിൽക്കെ മകൾ സൈമയുടെ വരവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ താരിഖ് റഹ്മാന് അയോഗ്യതയുണ്ടായാൽ ആ സ്ഥാനത്ത് വരേണ്ട ആളാണ് ഏക മകളായ സൈമ റഹ്മാൻ. അപ്പോൾ ഭാവിയിലൊരു പ്രധാനമന്ത്രിയാണ് സൈമയിലെ അവിടെ വോട്ടർമാരും ഒക്കെ കാണുന്നത്. 2004 ഏപ്രിലിൽ ചിറ്റഗോങ്ങിൽ 10 ട്രക്കുകളിൽ ആയുധം കണ്ടെത്തിയതിനെ സംബന്ധിച്ച് ഇന്ത്യൻ കരസേന പലപ്പോഴും ആരോപണം ഉന്നയിക്കാറുണ്ട്. അത് ആസാമിലെ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഉൾഫ, അതിൻ്റെ നേതാവ് പരേഷ് ബർവയ്ക്ക് വേണ്ടി BNP തയ്യാറാക്കിയ ആയുധങ്ങളായിരുന്നു എന്നാണ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആരോപണം. അപ്പോൾ ഉൾഫയ്ക്ക് വേണ്ടി താരിഖ് റഹ്മാൻ അന്ന് ചിറ്റഗോങ്ങിൽ 10 ട്രക്ക് ആയുധങ്ങൾ തയ്യാറാക്കിയതായിട്ട് ആരോപണമുണ്ട്. ഇങ്ങനെയൊരു ഭൂതകാലം ഉള്ളത് കൊണ്ട് താരിഖ് റഹ്മാന് ഡാർക്ക് പ്രിൻസ് എന്നൊരു ഇരട്ടപ്പേര് അയാൾക്കുണ്ട്. ഡാർക്ക് പ്രിൻസ്, ഒരു ഇരുണ്ട രാജകുമാരൻ എന്നൊരു വിളിപ്പേര് അയാൾക്കുണ്ട്. അതുകൊണ്ട് സൈമ ഇപ്പോൾ വന്നിരിക്കുന്നതിന് സവിശേഷ പ്രാധാന്യമുണ്ട്. ബംഗ്ലാദേശിൽ നമ്മളെപ്പോഴും അവിടെ കലാപം അല്ല അടി ബഹളം എന്നൊക്കെ പറയുന്ന വാർത്തകളാണ് തുടർച്ചയായി ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് സൈമ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പുതുമുഖം അവിടേക്ക് വരുന്നു, ജനങ്ങളുടെ മനസ്സ് കീഴടക്കി തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഇൻഫർമേഷനാണ്. ശരിക്കും ABC-യുടെ തന്നെ നമുക്ക് ഈ സൈമ റഹ്മാൻ്റെ രംഗപ്രവേശം, അതിൻ്റെ വാർത്ത അവതരിപ്പിക്കാം. ഭാവിയിൽ പ്രധാനമന്ത്രി ആകുമ്പോൾ അന്ന് നമുക്ക് പറയുകയും ചെയ്യാം, നമ്മളാണല്ലോ ഇത് ആദ്യം
പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും ഒരു പുതിയ വാർത്ത തന്നെയാണിത്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.